കുറച്ചധികം ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യാറുമില്ല, ഇടാറുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് പോകേണ്ടി വന്നു. അപ്പം വാവച്ചിയുടെ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആയിരുന്നു കേട്ടോ. 2 വർഷം മുന്നേ ഞങ്ങൾ ഒരു കാല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് കഴിഞ്ഞ് അടുത്ത കാല് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി മാറ്റി വെക്കുകയായിരുന്നു. അപ്പോൾ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും പെട്ടെന്ന് പോയി ഞങ്ങൾ അതിൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 4th ഡേ ആണ് ഇത്. ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യിച്ചിട്ട് പുറത്ത് കോറിഡോറിൽ ഒരു 10-15 സ്റ്റെപ്പ് ഒന്ന് വെക്കുകയാണ്. ഭയങ്കര പെയിനാണ് കേട്ടോ. നമ്മൾ ഈ കാണുമ്പോലെയൊന്നുമല്ല, ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും വിളിച്ചാണ് വാപ്പച്ചി ആ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത്. നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടല്ല കേട്ടോ, അത് നമുക്ക് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നിട്ട് കുറേ എക്സസൈസ് ചെയ്യിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഭയങ്കര പെയിനാണ്. പക്ഷേ അവർ ആ ഒരു 2nd ഡേ നമ്മുടെ ആ ഒരു ICUന്ന് നമ്മളെ മാറ്റുമ്പോൾ തന്നെ അവർ ജസ്റ്റ് ഒന്ന് നടത്തിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ജസ്റ്റ് 2 എക്സസൈസുകളൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെയ്യിച്ചിട്ടാണ് പുറത്ത് കൊണ്ടുവരുന്നത്, റൂമിലോട്ട് മാറ്റുന്നത്. കാലിതേ ഇപ്പോൾ കാണും പോലെ നന്നായിട്ട് ഈ ഒരു ഹൈറ്റിൽ പൊക്കി കാണിച്ച ശേഷം മാത്രമേ അവർ ഡിസ്ചാർജ് ചെയ്യൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ കാല് മുന്നോട്ടും പുറകിലോട്ടും ഇങ്ങനെ 10 ടൈംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ ആ കാലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വെട്ടിക്കീറി കുറേ സ്റ്റാപ്ലറൊക്കെ ഇട്ട് അടിച്ചാണ് വെച്ചേക്കുന്നത്. അതൊക്കെ ഇനി ഈ ഒരു ഫുള്ള് ഈ ഒരു ബാൻഡേജൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. നമ്മൾ ഒരു കാലം മുന്നേ ചെയ്തിട്ടുള്ളതാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആ ഒരു കണ്ടീഷനൊക്കെ അറിയാം. പിന്നെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ ഐസ് ബാഗ് ഇങ്ങനെ കാലിൻ്റെ ചുറ്റിലും വെച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു മുറിവിൽ ടച്ച് ചെയ്യാതെ ആ ഒരു കാലിൻ്റെ 4 സൈഡിലും എവിടെയൊക്കെയാണോ പെയിനുള്ളത്, പെയിനെന്ന് വെച്ചാൽ ഫുൾ പെയിനാണ്, എന്നാലും നമുക്ക് ആ കുറച്ച് സ്ഥലത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ 7 ഡേയ്സ് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. 8th ഡേ ആണ് ഡിസ്ചാർജ് ആയത്. അപ്പോൾ വീട്ടിൽ പോയാൽ ഇതുപോലുള്ള ഈ ഒരു ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇതുപോലൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഒരു ഓപ്പറേഷൻ ടൈമിലല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഇനി ഒരു 2 മാസക്കാലം ഈ ഒരു പെയിൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കിപ്പോൾ ഇന്നലെ വരെ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ കറക്റ്റ് മെഡിസിൻസൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ 7 ദിവസത്തേക്കുള്ള പെയിൻ കില്ലറേ തന്നിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് ആലോചിക്കാൻ പോലും വയ്യ. ആ ഒരു പെയിൻ കില്ലറിലൊന്നും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടുവേദനയൊക്കെ വന്നാലൊന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോവുക. അത്രയും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല.